ഏറ്റവും കൂടുതൽ നമ്മൾ കിച്ചൺ ഏരിയ തന്നെയാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്, എത്ര ലിറ്റർ വെള്ളമാണ് ആ ഏരിയയിലൂടെ നമ്മൾ കളയുന്നല്ലേ. ഇനി നമ്മൾ ഇത്തരം ഫിറ്റിങ്സ് ഉപയോഗിക്കേണ്ടാത്ത സ്ഥലമാണ്. ഇപ്പൊ ഔട്ട് സൈഡിൽ വരുന്ന ടാപ്പുകളിൽ നിന്ന് നമുക്ക് ഈ സാധനം ചെയ്യേണ്ട കാര്യമില്ല. പൈപ്പുകളിൽ കാരണം നല്ല കോസ്റ്റാണ്. ഇതില് ഉപരി നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. കാര്യം ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് ഇതിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടും അല്ലെ, ഒരുപാട് ബ്രാൻഡുകളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്. അതെ. ഒരു ദിവസം മാറ്റി ഓരോ പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ CP ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഫുൾ പ്രോഡക്റ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാം. ഇത് നമുക്ക് കുറെ സെഷൻസ് വന്നതിനകത്തുള്ള ഒരു സംഗതിയാണ് ഈ CP ഫിറ്റിംഗ്സ്. ബാത്റൂമുകളിൽ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന CP ഫിറ്റിംഗ്സ്, ക്രോമിയം പ്ലേറ്റഡ് എന്ന് പറയുന്ന ഫിറ്റിംഗ്സ്. അതാണ് CP എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കപ്പേര് അല്ലേ. പല ആൾക്കാരും ഇങ്ങനെ പറയും CP ഫിറ്റിംഗ്സ് എന്ന് പറയും, പക്ഷെ ഇതെന്താണ് എന്ന് അറിയത്തില്ല. കൺഫ്യൂഷനാണ്. CP ഫിറ്റിംഗ്സും ഉണ്ട്, CPVC ഉണ്ട് അല്ലേ. PVC അങ്ങനെ കുറെ കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ മിക്സ് ആയി പോകും. ഒരുവിധം എനിക്കൊന്നും എല്ലാവർക്കും അറിയാം, കോമൺലി അറിയാം CP ഫിറ്റിംഗ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്ന പൈപ്പ്സ് ഇതിനകത്ത് കോമൺലി വരുന്ന പൈപ്പ്, ഹെൽത്ത് ഓസെറ്റ് വരും, മിക്സർ വരും, പിന്നെ ഡൈവേർട്ടർ വരും, ആംഗിൾ വാൽവ്, ഇങ്ങനെയുള്ള കുറച്ച് കോമൺ സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാത്റൂമിൽ തന്നെ അല്ലേ. ബാത്റൂമിൽ തന്നെയാണ്. നിങ്ങൾ ഏതൊക്കെ ഏരിയയിലേക്ക് സാധാരണ പർച്ചേസ് ചെയ്യാറുണ്ട്? നമ്മൾ സാധാരണ ഇപ്പം ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിനിലേക്ക്, പിന്നെ ഈ പറഞ്ഞ കണക്ക് ടോയ്ലറ്റ്, കിച്ചൺ മെയിനായിട്ട് 3 ഏരിയയിലാണ് വരിക. പിന്നെ ചിലപ്പോൾ അബ്ലൂഷൻ ഏരിയയിൽ, മുസ്ലിംസിൻ്റെയൊക്കെ അതിലാണെങ്കിൽ അബ്ലൂഷൻ ഏരിയയിലൂടെ ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഞാൻ ചോദിച്ചത് ഈ CP ഫിറ്റിംഗ്സിന് പകരം നമുക്ക് ഇവിടെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പ്ലാസ്റ്റിക് പൈപ്പ്സ് ഉപയോഗിച്ചൂടെ? എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുവാണെങ്കിൽ നിരന്തരം യൂസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ ബഡ്ജറ്റ് എപ്പോഴും ഇതിനകത്തൊരു പ്രശ്നമാണല്ലോ CP ഫിറ്റിംഗ്സിലേക്ക് വരുമ്പോൾ. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇൻട്രോ പറയണം. ശരിയാ. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ മൊട്ടയൊന്നുമില്ല. അയാൾ ഇല്ല ഇത് പനിയല്ല, പ്രശ്നമല്ലേ. ഇല്ല പുള്ളി വിഗ് വെക്കാൻ പോയതാ. ആണല്ലേ. നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടില്ലായിരുന്നു? ഫോട്ടോ കണ്ടില്ലായിരുന്നു. അത് സെറ്റാണെങ്കിൽ ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. വേടനൊരു വെല്ലുവിളി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അയ്യോ കറക്റ്റാ. അതെ കറക്റ്റാ. അപ്പം CP ഫിറ്റിംഗ്സ് പറഞ്ഞു വന്നാൽ പ്ലാസ്റ്റിക്കും വേണോ CP ഫിറ്റിംഗ്സ് വേണോ എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇപ്പം കിച്ചണിൽ കുറേ കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഒട്ടനവധി പൈപ്പ്സ് വരുന്നുണ്ട്. ലെങ്ത് വൈസ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ഫംഗ്ഷനാലിറ്റി വരുന്നത്, പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അതെ, പിന്നെ വെള്ളം തന്നെ പല രീതിയിൽ സ്പ്രേ ചെയ്ത് വരുന്നത്, ഫോഴ്സ്ഫുള്ളി ആയിട്ട് വരുന്നത് അല്ലേ. അതെ, പല രീതിയിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ വരുന്ന അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മിക്സറായിട്ട് മിക്സർ ടാപ്പ് ചെയ്യാൻ പറ്റും. ഇനി അല്ലാണ്ട് തന്നെ നമുക്ക് നോർമൽ വാട്ടറിലേക്ക് പോകുന്ന സാധനമുണ്ട്. ഈ നിരന്തരം യൂസ് ചെയ്യുന്നതിനകത്ത് കുറേ അധികം ഈ ലീക്സ് കാര്യങ്ങളൊക്കെ വരും. എനിക്ക് ശരിയാ. ഏറ്റവും കൂടുതൽ നമ്മൾ കിച്ചൺ ഏരിയ തന്നെയാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്, എത്ര ലിറ്റർ വെള്ളമാണ് ആ ഏരിയയിലൂടെ നമ്മൾ കളയുന്നില്ല. കൂടുതൽ വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് കിച്ചണിലാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മറ്റേ ഡിസൈനിങ് സിങ്ക് വരുന്ന സമയത്ത് അതിനകത്ത് തന്നെ 4-5 ഔട്ടുണ്ട്. റൈൻ ഷവർ പോലെയൊക്കെയാണ് അതിന്റെ ഒരു സൈഡിൽ നിന്ന് വെജിറ്റബിൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വരുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇത് മിക്കവാറും ഒക്കെ ഒരു 1 ഇയറിൽ ഇത് മിക്കവാറും ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ശരി, അത് ഇത്രയും യൂസ് അത് എനിക്കൊന്ന് എന്താണ് ഇതിന്റെ പർപ്പസ് അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയേണ്ടി വരും. നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു വന്നത് പ്ലാസ്റ്റിക് വേണോ അതോ CP? അതുകൊണ്ടാണ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതൊരു 1-2 പ്രാവശ്യമൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് ഓട്ടോമാറ്റിക്കലി ഇത് PVC-ലേക്ക് പോകുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് വർക്ക് ഏരിയകളിൽ മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുന്നതിനകത്ത് ഇതാരും എനിക്ക് തോന്നുന്നു വലുതായിട്ട് യൂസ് ചെയ്യലില്ല. അപ്പോൾ അങ്ങനെ പിന്നെ PVC-ലേക്ക് പോകുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷേ മറ്റേ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ അജയുടെ എസ്തറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ അരുണേ, നമുക്ക് ടോയ്ലറ്റ് എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ ഭംഗി വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം ഈ CP-ലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് ടിൻറ്റഡ് കളറുകൾ ആഡ് ചെയ്തിട്ട് ബ്ലാക്ക് ക്രോം കിട്ടും, ഗോൾഡ് അല്ലേ, റോസ് ഗോൾഡ് പല കളറിൽ നമുക്ക് കിട്ടും. പിന്നെ ഫിനിഷ് മാറ്റ് കിട്ടും, ഗ്ലോസ് കിട്ടും. ഈ പറഞ്ഞ എല്ലാ കളറിലും മാറ്റും ഗ്ലോസ് എല്ലാം കിട്ടും. പിന്നെ എനിക്കൊന്ന് ബ്രാൻഡിലേക്ക് വരുമ്പം
നമുക്ക് ഈ പറഞ്ഞ ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്. അയ്യോ എലഗൻ്റായിട്ട്, അതായത് ചില വാഷ് ഏരിയയിലൊക്കെ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. പലതും പല ഫംഗ്ഷനാലിറ്റി അല്ലേ, പല രീതിയിലായിരിക്കും. ചിലപ്പോൾ പുഷ് ചെയ്യുന്നതുണ്ട്, സെൻസർ വരുന്നുണ്ട്, അപ്പ് ചെയ്യുന്നുണ്ട്, സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് പണ്ടത്തെ ആ തിരിക്കുന്ന കംപ്ലീറ്റ്ലി പോയില്ലേ, അത് വളരെ റയറാണ്. ജസ്റ്റ് ഒന്നുകിലും ഒരു 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന മാക്സിമം അത്രയാണ്. 360 ആ സാധനമൊക്കെ പോയി. അതെ, പെട്ടെന്ന് വെള്ളം വരണം, പെട്ടെന്ന് പരിപാടി നടക്കണം. അതെ, അത് കണക്ക് തന്നെ ഇപ്പം അതിൻ്റെ ഈ പറഞ്ഞ കണക്ക് എൻഡിലേക്ക് വരുന്ന ഇപ്പം പ്രഷർ പമ്പ് വെച്ചില്ലെങ്കിൽ കൂടിയും നമുക്കൊരു ഫോം ഇതിലേക്കാണ് ഇപ്പം നമുക്ക് വെള്ളം വരുന്നത്. ഡിസൈൻ അങ്ങനെ മാറി. കാരണം അതെനിക്കൊന്ന് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വരുന്ന ബബിൾസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം മതി. നമുക്ക് നോർമൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടും. അതിൻ്റെ അത് കഴുകാൻ തന്നെ ഒരു സുഖമല്ലേ, ബബിൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇനി എന്തിന് CP ഫിറ്റിങ്സ്, അതാണല്ലോ നമ്മുടെ വിഷയം. എന്തിന് ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇത് പറയാനുള്ള ഒരു മെയിൻ കാരണം, അടുത്ത സമയത്ത് CP ഫിറ്റിങ്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പുകളിൽ പോയിട്ട് ഗ്രാമിന് 1 രൂപയ്ക്ക് ഈ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഏകദേശമൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടോ. നമ്മളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരി, എനിക്കൊന്ന് ആദ്യകാലത്ത് സംസാരിച്ചു. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റീരിയലാണ്. അതായത് ക്രോമിയം പ്ലേറ്റഡ് അല്ല ശരിക്കും. ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്രോമിയം പ്ലേറ്റിങ്. അതിന്റെ അടി അത്യാവശ്യം നല്ല വെയിറ്റ് അല്ലേ, അതിനകത്ത് ബേസ് മെറ്റീരിയൽ വെയിറ്റ് കൂട്ടുന്നത്. ഒന്നും ബ്രാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ അലോയ്. അതാണ് ഈ പറഞ്ഞ ലോ ഗ്രേഡ് പ്രോഡക്റ്റിലേക്ക് പ്ലാസ്റ്റിക് മിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാസ്റ്റിക് വരാറില്ല, അലോയ് റേറ്റ് കുറവാണ്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും റേറ്റ് കൂടിയ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിന് തൊട്ട് താഴേക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ ബ്രാസ്. നമ്മൾ കോമൺലി എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രാസ് ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാസ്. പ്രീമിയം ബ്രാൻഡ് ആയാലും കൂടുതലും ബ്രാസാണ് വരുന്നത്. അതിൽ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് SS വരുന്നത്. ഭയങ്കര നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഒരു 2 mm തിക്നെസ് വരുന്ന SS എടുത്താൽ തന്നെ ഭയങ്കര കോസ്റ്റാണ്. അപ്പം അത് കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫുഡ് ഗ്രേഡ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അത് മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. എപ്പോഴും വെള്ളം നനവല്ലേ. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാസ് ഉള്ളതാണ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എസ്തറ്റിക്സ് ഒരു മെയിൻ ഘടകമാണ് ഇതിൻ്റെ. പിന്നെ നമുക്കൊരു യൂണിഫോം കീപ്പ് ചെയ്യാൻ പറ്റും എപ്പോഴും ഇല്ലേ. ഡിസൈൻ വൈസ് വരുമ്പോഴും അത്യാവശ്യം നല്ല ബ്രാൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ WC ആ ഒരു ഓവൽ ഷേപ്പ് ആണെങ്കിൽ ആ ഷേപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്ലേറ്റ് കിട്ടും. അതായത് WCയുടെ പ്ലേറ്റ് ഇതിനകത്തേക്ക് വരുന്നതാണല്ലോ, ഇപ്പോഴും നമുക്ക് CPയിലേക്ക് വരുന്നതാണ്. അപ്പോൾ പ്ലേറ്റ് ആ ഡിസൈനിലേക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മിക്സറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡൈവേർട്ടിൻ്റെ ആ ഒരു നോബ് സെയിം ഡിസൈനിലേക്ക് കിട്ടും. അതായത് നമ്മുടെ ഈ പുഷ് ബട്ടണും ഈ നോബും ഒരേ ഡിസൈൻ ആയിരിക്കും. കളർ വൈസിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കളർ ഡിസൈൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈക്വലായിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ബ്രാൻഡ് മാറിയാൽ പോലും ചിലപ്പം ഈക്വലായിട്ട് കിട്ടുന്ന ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം ഇതിനൊക്കെ നമ്മുടെ കൺസീൽഡ് ടാങ്കിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ ജാഗ്വാറാണ് നമുക്ക് വെക്കുവാണെങ്കിൽ ഇപ്പം ഈ ഗബ്രിറ്റ് അതുപോലുള്ള വേറെ ടാങ്കുകൾ ജാഗ്വാർ തന്നെ വെക്കാണ്ട് നമുക്ക് ഓപ്ഷണലാണ്, അങ്ങനെ ടാങ്കുകൾ വെക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലേറ്റിനകത്ത് കുറേ അധികം വേരിയേഷൻസ് വരും. ഈ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല സ്റ്റാർട്ടിങ്ങിലൊന്നും. ഒരു ബാത്റൂമൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അന്നേരമാണ് ഈ മിക്സറിനൊക്കെ പണി കിട്ടുന്നത്. അതുപോലെ തന്നെ ഡൈവേർട്ടൊന്നും പല ആളുകളുടെയും ചിന്തയിലേ ഉണ്ടാവില്ല. ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ ഇൻസൈഡിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ടൈലൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. ശരിക്കും ഒരു ബാത്റൂം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വീട് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കിട്ടുന്ന ഇടവേളകളിൽ ഇത്തരം ഷോപ്പുകളൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറേയധികം നല്ലൊരു കാര്യമാണ്. കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലേ, ഇപ്പോൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും കയറിയാലും മതി. കാരണം അതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയത് ബ്രാൻഡ് ആയതുകൊണ്ട് ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ ആയാലും സെയിം പ്രോഡക്റ്റ് കിട്ടും. ഇപ്പോൾ കൊല്ലത്താണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും ഓൾ കേരള ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിലായാലും സെയിം പ്രോഡക്റ്റ് കിട്ടും. റേറ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് ഓൺലൈനിലൂടെ അതിൻ്റെ കോട്ട് വയ്ക്കാൻ പറ്റും. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ബ്രാൻഡ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിനകത്ത് നമ്മൾ കേരളത്തിൽ എവിടെ പോയാലും ഇതൊന്ന് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ പോയാലും തന്നെ എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷോപ്പുകളിൽ അവരുടെ ലാഭത്തിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് കൊടുക്കും. ട്രാൻസ്പോർട്ടേഷൻ വേരിയേഷൻസ് എല്ലാം ഇപ്പം കൊല്ലത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ട്രിവാൻഡ്രത്ത് വരുന്നത്. മെറ്റീരിയൽ എത്തണ്ടേ, അപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല ഇപ്പോൾ കോഴിക്കോട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് അവർക്ക് കിട്ടുന്ന റേറ്റിലുണ്ടാവും.
പക്ഷെ MRP എന്തായാലും വേരിയേഷൻ ഉണ്ടാവില്ല. ഓൾ കേരള സെയിം MRP തന്നെ ആയിരിക്കും, വലിയ വേരിയേഷൻ. ഇനി നമ്മൾ ഇത്തരം ഫിറ്റിങ്സ് ഉപയോഗിക്കേണ്ടാത്ത സ്ഥലമാണ് ഇപ്പോൾ ഔട്ട് സൈഡിൽ വരുന്ന ടാപ്പുകളിൽ നിന്ന് നമുക്ക് ഈ സാധനം ചെയ്യേണ്ട കാര്യമില്ല. പൈപ്പുകളിൽ കാരണം നല്ല കോസ്റ്റ് ആണ്. 250 രൂപ കിട്ടത്തില്ലേ ഒരു പ്ലാസ്റ്റിക് പൈപ്പ്? തീർച്ചയായിട്ടും കിട്ടും, അത് അത്യാവശ്യം വാറന്റിയോടുകൂടി കിട്ടും. പക്ഷെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു നല്ല ക്വാളിറ്റി ഉള്ള വരുമ്പോഴത്തേക്ക് ഒരു 1000 റേഞ്ച്. ഞാൻ പറയുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അൺബ്രാൻഡഡ് എടുക്കാൻ പറ്റത്തില്ല, കാരണം ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ നല്ലൊരു 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ അടക്കിയ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല. പിന്നെ കുറഞ്ഞ ടൈമിൽ ഒരുപാട് പഠിക്കാതെ തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇന്ന് ബ്രാൻഡഡ് തന്നെയാണ് അല്ലേ? പക്ഷേ അരുണ, ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50% എബോ ആളുകളും എപ്പോഴും ഈ വർക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഫാമിനായിരിക്കും. സ്വന്തമായിട്ട് ഈ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് വീട് വെക്കുന്നവർ വളരെ റയറാണ്. അപ്പം ഈ ഫാമിലിക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കും ഇന്ന ബ്രാൻഡ് ആണെന്നുള്ളത്. പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് അത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു എഗ്രിമെന്റിനകത്ത് നമ്മൾ ജാഗ്വാറാണ് വെച്ചിരിക്കുന്നത്. പല കാറ്റഗറി അവിടെ ബേസ് മോഡലുണ്ട്, അത് കണക്ക് തന്നെ അവിടെ ടോപ്പ് മോഡലുണ്ട്. സാധാരണ ഒരു മീഡിയം റേഞ്ചിലേക്കാണ് എല്ലാവരും പോകുന്നത്. അതെ. ഇനി അതുപോലെ വരുന്ന സമയത്ത് ഇപ്പം എൽവിസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പക്ഷെ ഞാൻ അവിടെ പരസ്യമൊന്നും അധികം കണ്ടിട്ടില്ല. ഭയങ്കര പ്രീമിയം ബ്രാൻഡല്ല, മിഡ് റേഞ്ച് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ അത്യാവശ്യം നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എഗ്രിമെന്റ് എഴുതിയ ഫേമുകളാണെങ്കിൽ അവർ അങ്ങനെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യും. ടോട്ടോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, പാരിവെയർ, ഒത്തിരി ബ്രാൻഡുണ്ട്. ഈ ബ്രാൻഡുകളൊക്കെ ജോൺസൺ ഉണ്ട്. അതെ, ജോൺസന്റെ ഒരു പ്രത്യേകത, പലപ്പോഴും ജോൺസന്റെ ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് CP ഫിറ്റിംഗ്സിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതൊരു കോംബോ ആയിട്ട് പലരും കൊടുക്കാറുണ്ട്. അത് കടക്കാർ സെറ്റ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ്, ആയിരിക്കും ഡീലേഴ്സ് തന്നെ സെറ്റ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ്. പിന്നെ അടുത്ത സമയത്ത് ട്രെൻഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഇത്ര രൂപയ്ക്ക് ഒരു 19,000 രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ പറയുന്ന കണക്ക് ഞാനും എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പറയാനുള്ളൊരു കാരണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോഡ്കാസ്റ്റിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പോഡ്കാസ്റ്റിൽ ഒന്ന് പറയും, ഇൻഡിവിജ്വൽ വീഡിയോയിൽ മറ്റൊന്ന് പറയും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നമ്മളൊന്നും ഹൈഡ് ചെയ്ത് പറയാറില്ല. കാര്യം പല വീഡിയോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷൻ ആണ്. പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു മോശം കാര്യമല്ല. അതായത് പണ്ട് കാലങ്ങളിൽ പത്രങ്ങളിലൂടെ ചെയ്തിരുന്ന പരസ്യം അല്ലെങ്കിൽ TV-യിലൂടെ ചെയ്തിരുന്ന പരസ്യം ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് വഴി അവർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പല മോശം പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ടാവും പൈസ മേടിച്ചിട്ട്. അതുപോലെ എപ്പോഴും ജെനുവിനായിട്ട് പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ഒന്ന്, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പം നാളെ ഒരു സമയത്ത് എനിക്ക് ഈ ബ്രാൻഡ്, എൻ്റെ ഒരു ക്ലയൻറ്റ് ഇത് കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തതിൽ ഫിക്സ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പം അതിൻ്റെ മോശം വശങ്ങളും പലപ്പോഴും പറയാറുണ്ട്, നല്ല വശങ്ങളും പറയാറുണ്ട്. ഇതിലും നമ്മൾ പറയും, ഈ വീഡിയോയിലും പറയും CP ഫിറ്റിങ്സിൻ്റെ അല്ലേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മളെപ്പോഴും ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഫർണിച്ചർ നമ്മൾ പലപ്പോഴും ഫർണിച്ചറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്, അരുൺ ചെയ്യാറുണ്ട്, അജയ് ചെയ്യാറുണ്ട്. അതുപോലെ ഫർണിച്ചർ ഫേമിലുള്ള ഒരാളുടെ നമ്മളത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും അവരുടെ ഒരു ഓഫറിലെ തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സോളാറിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ നമ്മളൊരു ടീമിനെ കൊണ്ടുവന്നു, AC-യിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ നമ്മൾ കൊണ്ടുവന്നു. ഈ പറഞ്ഞ സോളാറൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. ഇതിന് എല്ലാ പ്രോഡക്റ്റിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. കാരണം അവരുടെ ഒരു പ്രിമൈസസ് നിന്നിട്ട് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ ലിമിറ്റേഷൻ. പക്ഷെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആ ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് അതിനകത്തെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സുഹൃത്ത്, പൈസ മുഖ്യം ബിഗിലേ എന്നുള്ളതാണ്. പൊന്നു സുഹൃത്തെ, പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഈ മണിക്കൂർ കണക്കിന് നല്ല ഈ പറഞ്ഞ കണക്ക് ഒരു ദിവസം നമ്മുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭം കാര്യങ്ങളൊന്നുമില്ല. പല ആൾക്കാരും പറയും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ലേ എന്ന്. വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം യൂട്യൂബിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന്. ഇതിൽ ഉപരി നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. കാര്യം ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് ഇതിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടും, അല്ലേ? ഒരുപാട് ബ്രാൻഡുകളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ നല്ല കമൻറ്റുകൾ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കും, മോശം കമൻറ്റുകൾ നമ്മളല്ലേ അത് ഇങ്ങോട്ട് എടുക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ബ്രാൻഡുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പം സമയമില്ലെങ്കിൽ പെട്ടെന്ന് ബ്രാൻഡ് പ്രിഫർ ചെയ്യാം. മിക്കവാറും എല്ലാ പ്രീമിയം ബ്രാൻഡുകളും 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ല. റീപ്ലേസ്മെൻ്റ് ആണ് കൊടുക്കുന്നത് കൂടുതൽ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായി. അപ്പോൾ
അപ്പോൾ നമുക്കൊരു 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ബ്രാൻഡ് വാറണ്ടി ഉണ്ടായതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പിന്നെ ബ്രാൻഡ് വാല്യൂ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ വീട് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏതൊക്കെ ബ്രാൻഡിൻ്റെ കോസ്റ്റ് അറിയാം. അപ്പോൾ അതും ഒരു ലൈഫ് സ്റ്റൈലാണ്, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അപ്പോൾ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രഷർ പമ്പ് അങ്ങനെയൊക്കെ വെക്കുന്നെങ്കിൽ നല്ല ബ്രാൻഡ് തന്നെ വേണം. അതിൽ കുറഞ്ഞ ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല, ഈ ഒരു പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങൾ വരും അല്ലേ. അതാ പമ്പ് വെച്ചാണ്ട് യൂസ് ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ഷവറിനകത്ത് തന്നെ ഏതൊക്കെ കാറ്റഗറി ഉണ്ടെന്ന് അറിയാം. പല സൈസ്, പല ഡൈമെൻഷൻസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് വരുന്ന സാധനമുണ്ട്, മിസ്റ്റ് ടെക്നോളജി ഉണ്ട്. അതെ, അതിനകത്ത് നമുക്ക് പ്രഷർ പമ്പാണ്. പക്ഷേ ഓരോ ദിവസവും കുളിക്കുന്നത് വേറൊരു ഫീലാണ് അല്ലേ. ഇപ്പോൾ ജാഗ്വാറിൻ്റെ ഒക്കെ വെൽനെസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് തന്നെ ഉണ്ട്, സെഗ്മെന്റ് തന്നെ ഉണ്ട്. അതിൻ്റെ സ്റ്റുഡിയോ ഒക്കെ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങിൽ വീനസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അതിൻ്റെ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടാണ്. അവിടെ ശരിക്കും ഒരു ഇതുണ്ട്, നമ്മുടെ ഒരു ബാത്ത് ടബ് 10 ലക്ഷം രൂപയാണ്. അതിന്റെ പ്രശ്നം അതെ, എക്സ്ട്രീം പ്രൈസിംഗ് ആണ്. അന്നേ ഓരോ ഡിസ്പ്ലേ ഉണ്ട്. ഇടയ്ക്ക് പല ആൾക്കാരും പോയിട്ട് ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കും, പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്യൂല. അങ്ങനെ ജഗ്ഗൂസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ഇതൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു ബാത്റൂമെങ്കിലും ഒരു പ്രീമിയം ലെവലിൽ വേണം ഒരു വീട്ടിനകത്ത്. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ അതൊരു ഫീൽ തന്നെയാണ്. അതെ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്കിന്ന് ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. കേരളം നല്ലൊരു മാർക്കറ്റാണ്, അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പം കേരളത്തിൽ തന്നെ എറണാകുളത്ത് പോകുന്ന ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊല്ലത്തും ട്രിവാൻഡ്രത്തും എല്ലാം നമുക്ക് ലോക്കലി തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിളാണ്. അതെ, അല്ലെങ്കിൽ ലോക്കൽ നല്ല ഡീലറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുത്ത് തരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് മാർക്കറ്റ് ചേഞ്ച് ആയി. അതെ, അതിന് പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിനൊരു താങ്ക്സ് പറയാനുള്ളത്. അതെ അതെ, ഏറ്റവും ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ആമസോണിൽ പോവുക, ഈ പിക്ചർ അതിലിടുക, ജസ്റ്റ് അപ്പോഴേ റേറ്റ് അറിയാൻ പറ്റും അല്ലേ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഒരു പ്രോഡക്റ്റും കിടന്നിട്ട് തപ്പണ്ട. ശരിക്കും ഒരു വീട് പണിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കുറേ ഘട്ടങ്ങളിൽ ആർക്ക് നമ്മളിത് കോൺട്രാക്ട് കൊടുത്താലും ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരെടുക്കേണ്ട കുറച്ച് റിസ്ക് ഉണ്ട്. അതിൽപ്പെട്ട ഒരു സാധനമാണ്. ഒരു ദിവസം മാറ്റി ഓരോ പ്രോഡക്റ്റിന് വേണ്ടി, ഇപ്പോൾ CP ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഫുൾ പ്രോഡക്റ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ആമസോണിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് എടുക്കണം, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം ഗൂഗിൾ തന്നെ പറഞ്ഞു തരും. അതെ, ഇപ്പോൾ വലിയ പ്രശ്നമല്ല. ശരിക്കും ഈ വെൽനസ് പ്രോഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊന്ന് ടയർഡായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരു റെയിൻ ഷവറിലേക്കൊക്കെ ഒരു കുളി പാസ്സാക്കിയൊക്കെ തന്നെ നമ്മൾ കുറേ ഹാപ്പിയായി ഇല്ലേ. കുറേ തന്നെ അതിൻ്റെ ഇത് ചില നമ്മൾ റിസോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര രസമല്ലേ കുളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോഴും നമ്മൾ വോളിൽ നിന്നാണ് നമ്മുടെ ഷവറാം വെച്ചിട്ട് നമ്മൾ ഷവർ പലപ്പോഴും ടോയ്ലറ്റേക്ക് ചെയ്യുന്നത്. ഇത് നേരെ ഒരു ഫോൾ സീലിംഗ് ചെയ്തിട്ട് ഒരു ജിപ്സം ഇതിലേക്ക് പോയിട്ട് ടോപ്പിൽ നിന്നാണ് ചെയ്യുവാണെങ്കിൽ ഇത് വേറെ ലെവലാണ്. അതിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ പ്രഷർ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതായത് എസ്തെറ്റിക്കലി ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ടച്ച് ആൻഡ് ഫീൽ, ആ വെള്ളത്തിന്റെ ഒരു പ്രഷർ, ആ കാര്യങ്ങൾ, ഒരു യൂണിഫോമിറ്റി, അതായത് കളർ തീം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് മെയിൻ്റനൻസ് എളുപ്പമാണ്. ഗ്ലോസി ഫിനിഷ് ആണ് കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതെ, അപ്പോൾ ക്ലീൻ ചെയ്യാനായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. ഇനി ലൈഫ് 10 ഇയർ ഏറ്റവും കുറഞ്ഞതൊക്കെ വാറണ്ടി ഓരോ ബ്രാൻഡുകൾ കൊടുക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഡ്വാൻസ് പറയുന്നതിന് കൂടുതൽ പറയുന്നത് ഇത് നല്ല പ്രോഡക്റ്റുകൾ മാത്രം CP ഫിറ്റിംഗ്സ് പർച്ചേസ് ചെയ്യാം. കാരണം അതിൻ്റെ നെഗറ്റീവ്സ് പറയുമ്പോൾ അത് കൂട്ടത്തിൽ പറയാം. അതെ, നെഗറ്റീവ്സ് ഉറപ്പാണ്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് റസ്റ്റിങ്ങിന് സാധ്യതയുണ്ട്. ലോ ക്വാളിറ്റി പ്രോഡക്റ്റിലാണ് ഈ പറയുന്നത്. അതായത് മറ്റതൊക്കെ അവർ അതിന് വാറണ്ടി തരുന്നുണ്ട്. ജസ്റ്റ് കളർ ഫെയ്ഡ് ആയാൽ പോലും അതിനൊരു വാറണ്ടി കിട്ടും. ഇനി ഈ പറഞ്ഞതുപോലെ സ്ക്രാച്ചസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. മാറ്റായാലും ഗ്ലോസി ആയാലും. പക്ഷെ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോ ഫൈബർ ക്ലോത്തുകൾ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് SS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ ഒരു ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ നമുക്ക് ഈ ബ്രാൻഡുകൾ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു പാരിവെയറൊക്കെ ഇതിൻ്റെ ലിക്വിഡ്സ് തന്നെ ഇത് പൊതിഞ്ഞ് വരുന്ന തന്നെ ഒരു ലൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയില്ല അത് പൊതിഞ്ഞ് വരുന്നത്. അതെ, തീർച്ചയായും. നമ്മൾ അപ്പോഴും ആലോചിക്കും ഇത് എന്തിനാണ് ഈ ഒരു ക്ലോത്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റേ ബബിൾസിനകത്ത് സ്ക്രാച്ച് വീഴും, നല്ലപോലെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്കത് പലർക്കും കേൾക്കുമ്പോൾ ചിന്തിക്കാൻ സ്ക്രാച്ച് ഉണ്ടോ? കാരണം ലോ ലൈറ്റ് ഏരിയയിലാണ് ഇരിക്കുന്നത്. അതെ, ബാത്റൂമിലായാലും നമ്മൾ വലിയ ലൈറ്റ് ഇല്ല,
ഇപ്പം വാഷ് ബേസിൻ ഏരിയ ആയാലും ഒരു മീഡിയം ലൈറ്റാണ്. കിച്ചണിൽ അവിടെ ആയാലും നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും സ്ക്രാച്ച് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. പക്ഷേ പലപ്പോഴും ഈ ഹൗസ് വാമിങ്ങിന് മുമ്പ് ഇതിനകത്തേക്ക് കളർ ഫെയ്ഡ് വരും. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് CP ഫിറ്റിങ്സ് ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ ഈ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അവിടെയൊക്കെ ഈ ടൈൽസ് ക്ലീൻ ചെയ്യും. ലാസ്റ്റ് ഫ്ലോർ ക്ലീനർ, ആ ടൈൽ ക്ലീനർ ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ലാസ്റ്റ്. അല്ലെങ്കിൽ ഈ പെയിൻറ്റേഴ്സ് ഈ ടർപ്പൺ അതുപോലെയുള്ള സാധനമായിട്ട് അത് ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ പണിയായി കിട്ടും. അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർപ്പിക്ക് പോലുള്ള കെമിക്കൽസ് വെച്ചിട്ട് പലപ്പോഴും ഇത് ക്ലീൻ ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. ഇതിന് വെള്ളത്തിൽ തുടച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കമ്പനി അവർ ബ്രാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട്, അത് വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി നേരത്തെ പറഞ്ഞ കണക്കാണ് ഒരു ലോ ക്വാളിറ്റി ഇത്തരം ഫിറ്റിങ്സുകൾ, അതായത് നമ്മൾ കിലോയ്ക്ക് തൂക്കി മേടിക്കുക, ഗ്രാമിന് 1 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാമിൻ്റെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ 100, ആ ഒരു പൈപ്പിന് 100 ഗ്രാം ആണെങ്കിൽ 100 രൂപ കൊടുത്താൽ മതി. പക്ഷെ അത് PVC-ൽ പോലും നമുക്ക് അത്യാവശ്യം അലോയി അതിനകത്ത് വരുന്നത്. പറയുന്നത് ക്രോമിയം പ്ലേറ്റ് എടുത്താൽ പറയുന്നത്. പ്ലേറ്റ് ഉണ്ട്, പല ക്വാളിറ്റി ഉണ്ടല്ലോ പ്ലേറ്റിങ്ങിന്. അതെ, ഔട്ട്സൈഡ് മാത്രമല്ല, ഇൻസൈഡ് ഒരു വലിയൊരു ഘടകമാണ്. അത് അവിടെ ആരും നോക്കുന്നില്ല. അപ്പോൾ അത് ഇത് എടുക്കുമ്പോഴത്തേക്ക്, ബ്രാസ് എടുക്കുമ്പോഴത്തേക്ക് ആണ് ഏറ്റവും നല്ലത്. ബ്രാസായിട്ടുള്ള പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറ്റുമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ. അതെ, ഇതിനകത്ത് ഒരു സിമ്പിളായിട്ട് CP ഫിറ്റിങ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത്ര തന്നെ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, നമ്മൾ ഡെയിലി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലോ ക്വാളിറ്റി എടുക്കുന്നുണ്ടല്ലോ 1-2 പ്രശ്നങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ പ്രോഡക്റ്റ് പെട്ടെന്ന് ചീത്തയാവും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് ഈ പ്രോഡക്റ്റ് ഡാമേജ് ആവും. പിന്നെ വരുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് മേടിക്കണം. 500 രൂപ, ഞാൻ എക്സാമ്പിൾ പറയാം, 500 രൂപയ്ക്ക് നമ്മളൊരു പൈപ്പ് മേടിച്ചു, അതിൻ്റെ ബ്രാൻഡഡ് പ്രോഡക്റ്റിന് 1000 രൂപ. അപ്പം 500 രൂപ പ്ലസ് ലേബർ കോസ്റ്റ് ആണ് ഇത് ഫിക്സ് ചെയ്യാൻ വരുന്ന ചാർജ്. ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് മാറ്റുമ്പോൾ അടുത്ത 500 രൂപ വേണം, പിന്നെ ലേബർ കോസ്റ്റ് ഒരു 200 രൂപ 250 രൂപയെങ്കിലും മേടിക്കുവേ. അപ്പോൾ കോസ്റ്റ് അവിടെ പോയി. അപ്പോൾ വീണ്ടും ബ്രാൻഡിനെ കാട്ടി കൂടി ഇതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതിന് നിൽക്കാതെ മറ്റേത് 10 വർഷം വാറണ്ടി ഉണ്ട്, ഇത് 1 വർഷമേ വാറണ്ടി ഉണ്ടാകത്തുള്ളൂ. മാക്സിമം അൺബ്രാൻഡഡ് പ്രോഡക്റ്റൊക്കെ 1 വർഷമേ വാറണ്ടി കൊടുക്കുന്നുള്ളൂ. ഇനി തൂക്കി കൊടുക്കുന്ന പ്രോഡക്റ്റിനത് വാറണ്ടിയെ കാണത്തില്ല, ആൾ പോലും കാണത്തില്ല. ഇത് പ്രൊഫൈലിൽ കോൺട്രാക്ട് എടുക്കുന്ന ആളുകളുണ്ടാവും, പ്രത്യേകിച്ചും നമ്മുടെ ലോക്കൽ മേഷന്മാരൊക്കെ. അവരൊരു റേറ്റ് പറഞ്ഞിട്ടായിരിക്കും ഈ സാധനങ്ങൾ എടുക്കുക, എല്ലാ സാധനങ്ങളും. അവർ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് ബ്രാൻഡിലേക്ക് പോകില്ല. CP ഫിറ്റിങ്സ് ആണോ വെച്ചാൽ അൺബ്രാൻഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ വരും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡായി പറയാം അവർ നമ്മളെ പറ്റിച്ചൊന്നുമല്ല, നിങ്ങളെ കൊടുത്ത പൈസയ്ക്ക് ഇത്ര ആൾക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ. അല്ല, ഇനിയിപ്പോൾ അൺബ്രാൻഡഡ് ആണെങ്കിലും പ്രശ്നമില്ല. അൺബ്രാൻഡിൽ തന്നെ വാറണ്ടി കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ 5 വർഷമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഒരു വിധം. 5 വർഷം അത് ആ കടയിൽ ചോദിച്ചിട്ട് അവർക്ക് ഒരുപാട് വർഷമായിട്ട് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. അത് പുതിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അതും പ്രശ്നം വരാം. മേ ബി തീർച്ചയായിട്ടും ഒരു 5-10 വർഷമായിട്ട് മാർക്കറ്റുള്ള കമ്പനി ആണെങ്കിൽ വലിയ വിഷയങ്ങളില്ല. ഇപ്പം ബ്രാൻഡ് ഭയങ്കര ബ്രാൻഡല്ല, എന്നാലും ഡീസൻ്റ് ലെവലിൽ പോകുന്ന കാര്യങ്ങളാണ്, കമ്പനികളാണ്. അപ്പം അതുപോലുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഈ പലപ്പോഴേ നമ്മുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ കമൻറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വായിക്കലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇടയ്ക്ക് ഒരാൾ പറയുന്നതായിട്ട് ഇതിനകത്ത് എന്തോ ചായക്കട സംസാരമാണ്, ഇതിനകത്തൊരു കാര്യമില്ല എന്ന്. പുള്ളി ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഗ്രഗണ്യനായിരിക്കും. അങ്ങനെയുള്ള അഗ്രഗണ്യന്മാരൊന്നും ഇതിൽ വന്ന് കണ്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുകയാണ്. ഉപകാരപ്പെടുന്നവർ അങ്ങനെ എടുത്തോട്ടെ. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. ആരെയും ഇപ്പം നിർബന്ധിക്കുന്നില്ലല്ലോ. നിങ്ങളെ പിന്നെ ഇതിനകത്ത് പേഴ്സണലി കൊണ്ട് ഇപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്നും ഇടുന്നില്ല. യൂട്യൂബിൽ വരുന്ന സമയത്ത് തംബ്നെയിലുണ്ടാവും, താഴെ ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആവശ്യമുള്ള ആളുകൾ കണ്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഒരു സാധനമുണ്ട് അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകിട്ടാം. വി ആർ സൈനിങ് ഓഫ്.